പ്രവർത്തകനും UDF പ്രവർത്തകനും അവരുടെ ഹൃദയത്തിൽ നിന്നും ഏറ്റവും സന്തോഷത്തിൻ്റെ അലയൊലികൾ അഭിമാനപൂർവ്വം ഉയർത്തിപ്പിടിക്കാവുന്ന നിമിഷമാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഒരു ദുരിഷ്ട ഭരണത്തിനാണ് അന്ത്യം കുറിച്ചിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ 10 കൊല്ലക്കാലം ഈ സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ വീഥികളിൽ അണിനിരുന്നവർ അനുഭവിച്ച കഷ്ടപ്പാടുകൾ, വേദനകൾ. എത്രയോ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും UDFന്റെ മറ്റു യുവജന സംഘടനകളെയും പ്രവർത്തകരെല്ലാം ഭീകരമായിട്ടുള്ള അക്രമത്തെയും കള്ളക്കേസുകളെയും നേരിട്ട ഒരു കാലഘട്ടമായിരുന്നു. കേരളത്തിലെ ജനങ്ങൾ അതിനെല്ലാം വളരെ മധുരമായിട്ടുള്ള ഭാഷയിൽ പ്രതികാരം ചെയ്തിരിക്കുകയാണ്. ആ ജനങ്ങളോടാണ് ഏറ്റവും വലിയ നന്ദി. ഈ തെരഞ്ഞെടുപ്പ് ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്ത തെരഞ്ഞെടുപ്പാണ്. തുടക്കം മുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങളെല്ലാവരും പറയുന്നുണ്ട്, ഇതൊരു തരംഗമായിരിക്കുമെന്ന്. എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒടുവിൽ വന്നപ്പോഴും ഞങ്ങൾ പറഞ്ഞു, എക്സിറ്റ് പോൾ ഫലങ്ങളെയെല്ലാം അപ്രസക്തമാക്കുന്ന റിസൾട്ടായിരിക്കും ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ആദ്യം മുതൽ തന്നെ 100-ലധികം സീറ്റുകളുമായി UDF അധികാരത്തിൽ വരുമെന്ന് ഓരോ പ്രസംഗത്തിലും ഓരോ പത്രസമ്മേളനങ്ങളിലും ആവർത്തിക്കപ്പെട്ടു. എന്തുകൊണ്ടാണ് എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഞങ്ങളോടെല്ലാം ചോദിക്കാറുണ്ട് ഇത്രയും ആത്മവിശ്വാസം. കാരണം ഈ തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോയപ്പോൾ ജനം നൽകിയ ആത്മവിശ്വാസം അത്ര ശക്തമായിട്ടുള്ള ആത്മവിശ്വാസമായിരുന്നു എന്നതിൽ സംശയമില്ല. കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ വിജയം കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ജനങ്ങളെ സ്വാധീനിക്കാനുള്ള ഒരുപാട് പരിശ്രമങ്ങൾ പിണറായി വിജയൻ സർക്കാർ നടത്തുകയുണ്ടായി. കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഒരു കാലത്തും ചെയ്യാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾക്കറിയാം. സർക്കാർ ഖജനാവിൽ നിന്നും എടുത്ത് ആർഭാടപൂർവമായിട്ടുള്ള കുഴുപ്പിലൂടെയുള്ള പ്രചരണം നടത്തി പറ്റാവുന്ന എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ മനസ്സിലുള്ള വികാരത്തെ മാറ്റിയെടുക്കാൻ അവർ പരിശ്രമിച്ചു. പക്ഷെ ആ പരിശ്രമവും അവർക്ക് വിനാശകരമായിട്ട് മാറുന്ന ചിത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് കാണിക്കുന്നത്. നമുക്കറിയാം, കോൺഗ്രസിനകത്ത് നിന്നും ചില സുപ്രധാനമായ തീരുമാനങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എടുക്കാൻ വന്നപ്പോൾ ആ തീരുമാനം ശരിയാകുമോ എന്നുള്ള ചോദ്യം എല്ലാ ഭാഗത്തും ഉയർന്നിരുന്നു. ഒന്നാമത്, CPMന്റെ അഹങ്കാര രാഷ്ട്രീയത്തിനും ധിക്കാര രാഷ്ട്രീയത്തിനും സ്വജനപക്ഷപാതത്തിനും അഴിമതിക്കുമെതിരായിട്ട് പാർട്ടിക്കകത്തുനിന്ന് ഉയർന്നു വന്ന ശബ്ദങ്ങൾ അവർ ഗത്യന്തരമില്ലാതെ പുറത്തേക്ക് വരാൻ തീരുമാനിച്ചപ്പോൾ അതിനെ ഏറ്റെടുക്കണമോ എന്നുള്ള ചോദ്യം മാധ്യമങ്ങളിൽ പലപ്പോഴും ചർച്ചയായിട്ടുള്ളതായിരുന്നു. ഷാ എടുത്ത തീരുമാനം ഏറ്റവും ശരിയാണെന്ന് തെളിയിക്കുന്ന ഒരു ജനവിധി കൂടിയാണിത്. പയ്യന്നൂർ എൻ്റെ ഗ്രാമമാണ്. തെരഞ്ഞെടുപ്പുണ്ടായ കാലം തൊട്ട് ഇങ്ങോട്ട് ഇന്ന് വരെ CPM അല്ലാതൊരു പാർട്ടിയും അവിടെ ജയിച്ചിട്ടില്ല. അവിടെ അവരുടെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാർ ഏറ്റവും സുരക്ഷിതമായി, കേരളത്തിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ആദ്യത്തെ 2-3 മണ്ഡലങ്ങൾ എടുത്താൽ ഒന്നാമത്തെ മണ്ഡലം അവിടെയാണ് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി അതിദയനീയമായി പരാജയപ്പെടുന്ന ചിത്രം ഉണ്ടാകുന്നത്. എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്ത.
തീർച്ചയായും അത് ചരിത്രമാണ്. ആ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് UDF ജയിക്കുന്നത്. ആരൊക്കെ ജയിച്ചു വന്ന മണ്ഡലമാണ് എന്നറിയോ? നായനാരുണ്ടായിരുന്നു, ഷഫീഖ് ചേരിയാണ്. ഷഫീഖ്, എത്ര വലിയ അട്ടിമറിയാണ് അവിടെ നടന്നിരിക്കുന്നത്?